സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം, പരിശ്രമിക്കണം. മുഅ്മിൻ എന്ന് പറയുന്നത്, വിശ്വാസി എന്ന് പറയുന്നത് ശരിക്കും പരിശ്രമിക്കുന്നത് തന്നെയാണ്. അവൻ മടി ഒഴിവാക്കി, അലസത ഒഴിവാക്കി നന്നായി പരിശ്രമിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, രാവിലെ പരിശ്രമിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ജോലികളാണ്, കച്ചവടം മറ്റുമൊക്കെ ആണെങ്കിൽ രാവിലെ പരിശ്രമിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, എൻ്റെ ഉമ്മത്തിന് പ്രഭാതത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ ബറക്കത്ത് നൽകണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഹദീസിൽ കാണാം, വക്കാന ഇദാ ബഅസ സരിയതൻ ഔ ജയ്ശൻ ബഅസഹും ഫീ അവ്വലിൻ നഹാർ, അവിടുന്ന് വല്ല യുദ്ധത്തിനും ആളുകളെ പറഞ്ഞയക്കുമ്പോൾ പകലിൻ്റെ ആദ്യത്തിൽ പറഞ്ഞയക്കും, അതിലാണ് ബറക്കത്ത് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വക്കാന സഖറുൻ റളിയല്ലാഹു അൻഹു റജുലൻ താജിറൻ, സഖർ റളിയല്ലാഹു അൻഹു ഒരു കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു. വക്കാന യബഅസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ, അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തെ പറഞ്ഞയക്കും. ഫഅസ്റ, അദ്ദേഹം അങ്ങനെ ധനികനായി. വകസുറ മാലുഹു, അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മുൻഗാമികൾ പറയുന്നത് രാവിലെ, അതായത് അധ്വാനിക്കാൻ രാവിലെയും സമയമുണ്ട്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ചായിരിക്കണം അത് പറയുന്നത്. അവർക്ക് രാവിലെ അധ്വാനിക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ അധ്വാനിക്കാതെ ആ സമയത്ത് സുബഹി കഴിഞ്ഞുള്ള സമയത്ത് കിടന്നുറങ്ങുന്ന ആളുകൾ, അവരെ കുറിച്ചിട്ട് പറയുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അദ്ദേഹത്തിന് ഒരു കുട്ടി അങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഖുബ് അതനാമു ഫി സ്സാഅത്തി അല്ലതി തുഖ്സമു ഫിഹൽ അർസാഖ്, റിസ്ക് വീതം വെക്കുന്ന ഈ സമയത്താണോ നീ കിടന്നുറങ്ങുന്നത്? എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. എഴുന്നേൽക്കാൻ പറയാൻ. അപ്പം ആ നേരത്ത് ഒരാൾക്ക് അതിനുള്ള കച്ചവടം ചെയ്യാനുള്ള വകുപ്പുണ്ട് എങ്കിൽ ആ നേരത്ത് കച്ചവടം ചെയ്തതിൽ ബർക്കത്തുണ്ടാകും. അതായത് കുറഞ്ഞ സമയത്ത് ചിലപ്പോൾ ഒരുപാട് റിസ്ക് കൊണ്ടുവരാൻ ആ നേരത്തിന് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം. ഫംശു ഫി മനാകിബിഹ വകുലു മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നിങ്ങൾ ഭക്ഷിക്കുക, അല്ലാഹുവിലേക്കാണ് മടക്കം. പരിശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നിന്നാൽ കിട്ടാത്തത് വേറൊരു നാട്ടിൽ പോയാൽ കിട്ടും. പരിശ്രമിക്കണം, റിസ്കിന് വേണ്ടി പരിശ്രമിക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നിർവഹിക്കുമ്പോഴും അതിൻ്റെ സബബുകൾ എന്തുണ്ടോ അത് ചെയ്യണം. ചില ജോലികൾ ചില സ്ഥലത്ത് പോകേണ്ടി വരും, ചില കച്ചവടത്തിന് ചില സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ഈ പറയുന്ന കാര്യങ്ങൾ എന്തുണ്ടോ അത് പരിശ്രമിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ് വലാ തഅജസ്, നീ നിനക്ക് ഉപകരിക്കുന്ന കാര്യത്തിൽ അതീവ തൽപരനായി തീരുക, അള്ളാഹിന്റെ സഹായം തേടുക. വലാ തഅജസ്, നീ അശക്തനായി മടിയനായിരിക്കരുത്, എനിക്ക് കഴിയുന്നില്ല എന്ന രൂപത്തിൽ ഇരിക്കരുത്, പണിയെടുക്കണം. ഒരു മുസ്ലിം എന്ന് പറയുന്നത് നല്ല സമ്പത്ത് ഉണ്ടാക്കാൻ, നല്ല അധ്വാനിച്ച് നല്ല ഉമ്മത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ള നല്ല കാര്യമാണ്. ഒരിക്കലും സമ്പത്ത് ഉണ്ടാക്കാൻ പരിശ്രമിക്കുക എന്നുള്ളത് നിരുപാധികം ദമ്മ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല, ആക്ഷേപിച്ചിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കണം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദീനിൽ മുഴുവൻ നേരെ ഇബാദത്തെടുത്ത് ആരും അങ്ങനെ വലിയ കച്ചവടത്തിലേക്കോ വലിയ സമ്പത്ത് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്കോ പോകരുത് എന്നുള്ള നിർദ്ദേശം ഇവിടെയില്ല. ഒരുപാട് സ്വഹാബിമാർ വലിയ ധനികരായിരുന്നു, വലിയ കച്ചവടക്കാരായിരുന്നു. പക്ഷെ അവരെല്ലാം ഈ കാര്യങ്ങൾ പാലിക്കുന്നവരാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിക്കുന്ന ആളുകളാണത്. അതൊക്കെ കൊണ്ടാണ് അവർക്കൊക്കെ റിസ്കിൽ വിശാലത ഉണ്ടായത്. അഥവാ നമ്മൾ പരിശ്രമിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പരിശ്രമിച്ച് ഒരുപാട് സമ്പത്തുണ്ടാക്കി ആ ഉണ്ടാക്കുന്ന സമയത്ത് പോലും ഇതെൻ്റെ ദീനിന് ചെലവഴിക്കും എന്ന നീയത്തോടു കൂടിയാണെങ്കിൽ അത് വലിയ ഹൈറായ കാര്യമാണ്. ഒരുപാട് നീയത്ത്, എനിക്ക് മറ്റൊരാളുടെ കയ്യിൽ കൈ നീട്ടേണ്ടി വരികയില്ല, എനിക്കെൻ്റെ കുടുംബത്തിനെ നന്നായി നോക്കാം, എൻ്റെ കുടുംബ ബന്ധമൊക്കെ പുലർത്താൻ ഈ സമ്പത്ത് കൊണ്ട് എനിക്ക് ഉപയോഗിക്കാം, എൻ്റെ നാട്ടിലും എൻ്റെ ദീനീ സേവനങ്ങൾക്കുമൊക്കെ ഇത് ഉപയോഗിക്കാം എന്നുള്ള നീയത്തിൽ നീ നന്നായി സമ്പാദിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്. പക്ഷെ നീ നിൻ്റെ അടിസ്ഥാനങ്ങൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹനെ മറന്നുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല. ഹലാലായ രൂപത്തിൽ നീ എത്ര കണ്ട് നന്നായി സമ്പാദിക്കും എന്നൊന്നും യാതൊരു ആക്ഷേപിക്കപ്പെടുന്ന കാര്യവുമല്ല എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.